ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡ് ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ പോയത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും മെയിൻ തീംസും നമ്മുടെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറി നമ്മൾ എന്താണ് പോയത്തിൽ മെയിനായിട്ട് കൺവേ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോം എഴുതിയിട്ടുള്ളത് വില്യം വേർഡ്സ്വർത്ത് ആണ്. വില്യം വേർഡ്സ്വർത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് വൺ ഓഫ് ദി പൈനിയർ ഓഫ് ദി റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഹിസ് പ്രിഫേസ് ടു ദി ലിറിക്കൽ ബാലഡ് ഈസ് കോൾഡ് ദി മാനിഫെസ്റ്റോ ഓഫ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മുടെ പോയിറ്റ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി പൈനിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ദി ലിറിക്കൽ ബാലഡ് ഈസ് കോൾഡ് ദി മാനിഫെസ്റ്റോ ഓഫ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ആൻസർ ബിഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് നമ്മുടെ പേപ്പറിനോട് അല്ലെങ്കിൽ ആ എഴുതിയ ആളോട് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്തെങ്കിലും അറിയുന്ന ഒരാളാണ്. അതൊരു ട്രിക്കാണ് കേട്ടോ. നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ സാറുമാർ പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പോയത്തിൻ്റെ ഫുൾ ടൈറ്റിൽ എന്താണെന്ന് നോക്കാം. ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ ഫുൾ ടൈറ്റിൽ. ആൻഡ് ദിസ് പോം വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1807. അപ്പോൾ 1807 നമ്മുടെ പോം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോം ഇറ്റ് വാസ് ഇൻ ഓഡ്, പിൻഡാറിക് ഓഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് വാസ് ഇറഗുലർ സ്റ്റാൻസസ്, ലിറിക്കൽ ആൻഡ് ഇമോഷണൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ ഇതിൻ്റെ മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസ് ആൻഡ് റിക്കവറി ഓഫ് ദി ഡിവൈൻ വിഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. ഇത്രയല്ല നമ്മളതിൻ്റെ താഴത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻ തീംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനോട് ടച്ച് ചെയ്ത് പാരഗ്രാഫ് ബിഗിൻ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് എൻഡിലേക്കൊക്കെ ആയിട്ട് ഈ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഓവർവ്യൂ പോലെ നമ്മുടെ പോയത്തിനെ പറ്റി അല്ലെങ്കിൽ പോയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നമ്മുടെ പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നമ്മുടെ പോയത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. William Wordsworth's Odd Intimation of Immortality is a deeply emotional and philosophical poem that explores the beauty of childhood, the passage of time and the loss of spiritual vision as we grow older. അപ്പോൾ നമ്മുടെ പോയത്തിൽ വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് ഓർത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് അത് എത്രത്തോളം സ്പിരിച്വലാണ് അല്ലെങ്കിൽ എത്ര പ്യുവർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വളർന്നു വലിയ ആളായില്ലേ. അപ്പോൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പണ്ട് തോന്നിയിരുന്ന ആ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരും. അപ്പോൾ അന്ന് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് കാണുന്ന സമയത്ത് ആ ഒരു ഫീല് ലഭിക്കില്ല. അപ്പോൾ അതിനെത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സാഡ് മൂമെൻറ്റിൽ അല്ലെങ്കിൽ സാഡായിട്ടിരിക്കുകയാണ്. Then the poet reflects how children are naturally close to the divine and see the world with wonder and purity. But as people grow up, the sense of magical fade. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഗോഡിനോട് വല്ലാതെ അടുത്തിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്യുവർ ആവും അല്ലെങ്കിൽ നമുക്ക് വളരുന്നതിനനുസരിച്ച് ആ ഒരു സ്പിരിച്വാലിറ്റി ലോസ് ആവുന്നുണ്ട്. എന്തൊക്കെയോ ചേഞ്ചസ് നമുക്ക് നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നമ്മൾ അറിയാതെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഡിസ്പൈറ്റ് ഹിസ് ലോസ്, വേർഡ്സ്വർത്ത് ഫൈൻഡ് ഹോപ്പ് ആൻഡ് കംഫോർട്ട് ഇൻ മെമ്മറി, നേച്ചർ ആൻഡ് മെച്യൂർ അണ്ടർസ്റ്റാൻഡിങ്. വാട്ട് മേക്സ് ദി പോം സ്പെഷ്യൽ ഈസ് ഇറ്റ്സ് ബ്ലെൻഡ് ഓഫ് പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫീലിങ്സ് വെച്ചിട്ട് അദ്ദേഹം നമ്മുടെ യൂണിവേഴ്സൽ നമ്മുടെ ലോകത്ത് ഉള്ള സത്യങ്ങളെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാവും ഇത്. നമുക്ക് പണ്ട് നമ്മൾ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മുടെ വിഷനും അല്ലെങ്കിൽ നമ്മൾ കാഴ്ചപ്പാടും ചുറ്റുമുള്ളതൊക്കെ മാറിയതായിട്ട് തോന്നും. അപ്പോൾ അന്ന് ആ ഒരു കുട്ടിക്കാലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പോയത്തിലും ഉള്ളത്.
Then it expresses a timeless message that while we may lose the innocence of childhood, we gain deeper insight and emotional strength through life's experiences and through our connection with nature. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആ പണ്ടത്തെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് ത്രൂ ദി കണക്ഷൻ വിത്ത് നേച്ചർ നമ്മൾ നേച്ചറിനായിട്ട് ഒത്തിരി അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇത്രയേ പറയുന്നുള്ളൂ. നമ്മുടെ ആ ഒരു പ്യൂരിറ്റി കാര്യങ്ങളൊക്കെ ലോസ് ആവുന്നുണ്ട്, നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്തകളൊക്കെ മാറുന്നുണ്ട്, നമ്മൾ ഗോഡിൽ നിന്നും ഒത്തിരി അകന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ദെൻ ദി പോം കണ്ടെയ്ൻ 11 സ്റ്റാൻസാസ്. 11 സ്റ്റാൻസാസ് ഈ പോയത്തിലുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബിഗിനിങ്ങിലൊക്കെ അദ്ദേഹം ഭയങ്കര ഡിപ്രസ്ഡ് സ്റ്റേറ്റിലാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നേച്ചറിനായിട്ടുള്ള കണക്ഷൻ കൊണ്ട് ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം എന്താണ് ആ ഒരു മൂഡ് അദ്ദേഹത്തിൽ എൻറ്റിയർലി ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രെങ്ത്ത് ലഭിക്കുന്നുണ്ട്, മുന്നോട്ട് ജീവിക്കാനുള്ള സ്ട്രെങ്ത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയത്തിനെ പറ്റി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നുകൂടെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ നോട്ട്സോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാൻസ വൈസായിട്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് ടു 4 സ്റ്റാൻസ അല്ലെങ്കിൽ 5 to 6 സ്റ്റാൻസ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഞാൻ ഷോർട്ടായിട്ട് നോട്ട്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത നോട്ട്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.